നമസ്കാരം. സകലമാന കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തൃശൂർ കരുവന്നൂർ ചെറിയ പാലത്തിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. കാർ ഡ്രൈവർ മരിച്ചു. മണ്ണുത്തിയിൽ ബസിന് മുകളിൽ അപകടയാത്ര നടത്തിയവർക്കെതിരെ കേസ്. തിരുവനന്തപുരം നെടുമങ്ങാട് കള്ളന്മാർ പെരുകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നത് 10-ലധികം മോഷണം. മോഷണം കൂടുതലും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചു. തിരുവനന്തപുരത്തെ മലയോര മേഖലയിൽ കരടി ശല്യം രൂക്ഷം. ആശങ്കയിൽ നാട്ടുകാർ. പരിശോധനയുമായി വനം വകുപ്പ്. തിരുവനന്തപുരം പൊറ്റവിളയിൽ കുടിവെള്ളം കിട്ടിയിട്ട് കാലങ്ങളായി. വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ച് നാട്ടുകാർ. 2 ദിവസത്തിനുള്ളിൽ പരിഹാരമെന്ന് ഉറപ്പ്. തിരുവനന്തപുരം CET എഞ്ചിനീയറിംഗ് കോളേജ് ക്യാന്റീനിലെ ഭക്ഷണത്തിൽ ചത്ത പല്ലി. ക്യാന്റീൻ അടച്ചുപൂട്ടി ഭക്ഷ്യസുരക്ഷാ വിഭാഗം. തൃശൂർ കരുവന്നൂർ ചെറിയ പാലത്തിൽ അപകടം. സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് കാർ ഡ്രൈവർ മരിച്ചു. തേലപ്പിള്ളി സ്വദേശി നിജോ ആണ് മരിച്ചത്. രാവിലെ 10 മണിയോടെയാണ് അപകടമുണ്ടായത്. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും വന്നിരുന്ന ദേവമാത എന്ന സ്വകാര്യ ബസ് മറ്റൊരു വാഹനത്തെ മറികടന്നു വരുന്നതിനിടെ ബൈക്കിൽ തട്ടുകയും തുടർന്ന് എതിരെ വന്നിരുന്ന കാറിൽ ഇടിക്കുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. അപകടം നടന്നയുടനെ ബസ് ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു. കൊല്ലം ചടയമംഗലം അർക്കന്നൂരിൽ സ്വകാര്യ ബസ് തട്ടി ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. CPM തെരുവിൻ ഭാഗം ഈസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി രാധാകൃഷ്ണനാണ് മരിച്ചത്. ബസ് ബൈക്കിനെ മറികടക്കവെയാണ് അപകടമുണ്ടായത്. അപകടമുണ്ടാക്കിയ ബസ് ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സിൽ അപകടയാത്ര. തൃശൂർ മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. 3 യുവാക്കൾ ബസ്സിന് മുകളിൽ കയറിയായിരുന്നു യാത്ര. വഴിയാത്രക്കാർ വിവരം പോലീസിൽ അറിയിച്ചു. തുടർന്ന് മണ്ണുത്തി സ്റ്റേഷന് മുന്നിലൂടെ കടന്നു പോകുന്നതിനിടെ പോലീസ് പിടികൂടുകയായിരുന്നു. ചൊരക്കേക്കോട് സ്വദേശികളായ 3 പേർക്കും ബസ് ജീവനക്കാർക്കുമെതിരെ കേസെടുത്തു. മോട്ടോർ വാഹന വകുപ്പ് തുടർ നടപടികൾ സ്വീകരിക്കും. പാലക്കാട് വാണിയംകുളം പാതിപ്പാറയിൽ ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് 2 യുവാക്കൾക്ക് ഗുരുതര പരിക്ക്. പനിയൂർ സ്വദേശി 23 വയസ്സുള്ള പ്രവീൺ, കോതയൂർ സ്വദേശി ഉമ്മർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒറ്റപ്പാലം ഭാഗത്തു നിന്നും കുളപ്പുള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയിൽ എതിരെ വരികയായിരുന്ന ഇരുചക്രവാഹനം ഇടിച്ചു കയറുകയായിരുന്നു. ഇന്നലെയാണ് അപകടമുണ്ടായത്. തൃശൂർ ചാവക്കാട് യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. ഒരുമനയൂർ ലിറ്റിൽ ഫ്ലവർ ദേവാലയത്തിന് സമീപം ഇന്നലെയാണ് സംഭവമുണ്ടായത്. കാർബൽക്ക് എന്നയാൾക്കാണ് പരിക്കേറ്റത്. പള്ളിയിൽ നിന്ന് പുറത്താക്കിയ മത അധ്യാപകൻ സാജൻ ജോർജിന്റെ കാറാണ് ഇടിച്ചത്. പോലീസ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. തൃശൂർ മാളയിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് സ്കൂട്ടർ യാത്രക്കാരന്റെ മർദ്ദനം. സ്കൂട്ടറിന് കുറുകെ വന്നുവെന്നാരോപിച്ചാണ് മർദ്ദനം. ഇന്നലെ വൈകിട്ടാണ് സംഭവമുണ്ടായത്. തെറ്റായ ദിശയിലൂടെ വന്ന സ്കൂട്ടർ യാത്രക്കാർ സൈക്കിളിൽ തട്ടി വീഴുകയായിരുന്നു. പ്രകോപിതനായ യാത്രക്കാരൻ വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയായിരുന്നു. തിരുവനന്തപുരം വെള്ളായണി കായലിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ബാലരാമപുരം വിളാകത്ത് വീട്ടിൽ രവീന്ദ്രന്റെ മകൻ വിഷ്ണുവാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഇയാളെ കാണാതായത്. ഫയർഫോഴ്സും സ്കൂബ ഡൈവിംഗ് സംഘവും നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി.
തിരുവനന്തപുരം നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മോഷണങ്ങൾ വർദ്ധിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി 10ലധികം മോഷണങ്ങളാണ് നടന്നത്. കൂടുതലും ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഇന്നലെ 3 ക്ഷേത്രങ്ങളിലാണ് കവർച്ച നടന്നത്. വേങ്കവിള ദുർഗാദേവി ക്ഷേത്രം, പാറയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, പാറയിൽ നട, മേലാങ്കോട് ദേവി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്ന് കാണിക്ക വഞ്ചി കുത്തിത്തുറന്നാണ് പണം കവർന്നത്. ശാസ്ത്രീയ പരിശോധനകൾ നടത്താതെയുള്ള പോലീസ് അന്വേഷണം എങ്ങും എത്തുന്നില്ല എന്നതാണ് പരാതി. ക്ഷേത്ര ശ്രീകോവിൽ കുത്തിത്തുറന്ന് കമ്മിറ്റി ഓഫീസിൻ്റെ അലമാര കുത്തിത്തുറന്ന് അതിനകത്തുള്ള സ്വർണ്ണപ്പൊട്ട് മോഷണം പോവുകയും എണ്ണിത്തിട്ടപ്പെടുത്താൻ പാടില്ലാത്ത രീതിയിലുള്ള നാണയങ്ങളും മറ്റും എല്ലാ കാണിക്ക വഞ്ചികളും കുത്തിത്തുറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ട് ഇവിടെ തുടർന്നു വരുന്നതാണ്. ഈ പ്രദേശങ്ങളിലെ മഹാദേവ ക്ഷേത്രമായ തിരുച്ചൂർ മഹാദേവ ക്ഷേത്രത്തിലും പാറനട ക്ഷേത്രം, ശ്രീകൃഷ്ണ ക്ഷേത്രം, പാറനട ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നിവിടങ്ങളിലും സ്ഥിരമായിട്ട് ഇത് പതിവായിരിക്കുകയാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശാസ്ത്രീയമായ പരിശോധന പോലും ഇല്ലാതെ കള്ളന്മാർ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന രീതിയാണ് ഈ പരിസരങ്ങളിൽ നടന്നു വരുന്നത്. അതിന് ഒരു നടപടി വേണമെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിലേക്ക് മുന്നോട്ട് വന്നിരിക്കുന്നത്. കോഴിക്കോട് കൊയിലാണ്ടിയിൽ ATMൽ നിക്ഷേപിക്കാൻ കൊണ്ടുപോയ പണം കവർന്ന കേസിലെ മുഖ്യ ആസൂത്രകനായ താഹ ജുമാ മസ്ജിദിലെ ഖത്തീബ്. തട്ടിയെടുത്ത പണം താഹ സൂക്ഷിച്ചത് മസ്ജിദ് കെട്ടിടത്തിലായിരുന്നു. കവർച്ചയ്ക്ക് പള്ളിയിലെ സഹായിയും ശിഷ്യനുമായ യാസിറിനെ കൂടെ കൂട്ടുകയായിരുന്നു. വടകരയ്ക്ക് സമീപമുള്ള വില്യാപ്പള്ളി മലാറക്കൽ ജുമാ മസ്ജിദിലെ ഖത്തീബായിരുന്നു താഹ. പെട്ടെന്ന് പണക്കാരനാകാനും കടം വീട്ടാനും ഉദ്ദേശിച്ചാണ് കവർച്ച ആസൂത്രണം ചെയ്തത്. സുഹൃത്തായ സുഹൈലിന് ATMൽ പണം നിറയ്ക്കുന്ന ജോലിയാണെന്ന് മനസ്സിലാക്കിയ താഹ ആ വഴിയെ തന്റെ ലക്ഷ്യം കാണാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിനായി മസ്ജിദിലെ സഹായിയായ യാസിറിനെയും ഒപ്പം കൂട്ടി. സുഹൈലിനെ പർദ്ദയിട്ട് മറയ്ക്കുന്നതിനും മുളകുപൊടി വിതറുന്നതിനും സഹായിച്ചത് യാസിറായിരുന്നു. 6 മാസമായി പള്ളിയുടെ കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന താഹ കവർച്ചാ പണം ഒളിപ്പിച്ചതും പള്ളിക്കെട്ടിടത്തിന്റെ 3ാം നിലയിലായിരുന്നു. ഇവിടെ നിന്ന് പോലീസ് പണം കണ്ടെടുത്തു. പള്ളി മഹലിലെ ഒരു വിശ്വാസിയിൽ നിന്നും വാങ്ങിയ 5 ലക്ഷം രൂപ കവർച്ചാ പണത്തിൽ നിന്ന് കൊടുത്തു തീർത്തു. തന്റെ കയ്യിൽ നിന്ന് പണം കവർന്നെന്നും ബോധരഹിതനായതിനാൽ ഓർമ്മയില്ല എന്നുമാണ് സുഹൈൽ ആവർത്തിച്ചു നൽകിയ മൊഴി. പക്ഷേ സുഹൈലിന്റെ മൊഴിയിലെ പൊരുത്തക്കേട് മാത്രമല്ല പ്രതികളിലേക്ക് പോലീസിനെ എത്തിച്ചത്. വിവിധയിടങ്ങളിൽ നിന്നായി 1000-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസിന്റെ അന്വേഷണം താഹയുടെ കാറിലേക്കെത്തി. നിരവധി ഫോൺ കോളുകളും പരിശോധിച്ചിരുന്നു. പള്ളിക്കാളി അവധിയായതിനാൽ താൽക്കാലിക ചുമതലയായിരുന്നു താഹയ്ക്കെന്ന് വില്യാപ്പള്ളി മലാറക്കൽ ജുമാ മസ്ജിദിലെ മഹല്ല് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. അലൻ വാക്കർ ഷോയ്ക്കിടെയുണ്ടായ മൊബൈൽ മോഷണക്കേസിൽ പിടിയിലായ മുംബൈ സ്വദേശികളെ നാളെ കൊച്ചിയിലെത്തിക്കും. മുംബൈയിലെ കുപ്രസിദ്ധ മോഷ്ടാക്കളായ സണ്ണി ബോള യാദവ്, ശ്യാം ബൽവാൾ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഇനിയും 4 പേർ കൂടി പിടിയിലാകാനുണ്ട്. വിമാനത്താവളത്തിലെത്തി മോഷണം നടത്തി മടങ്ങിയ മുംബൈ സംഘത്തിലെ 2 പേരെയാണ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. എറണാകുളം സെൻട്രൽ പോലീസ് മുംബൈയിലെത്തി ഇവരെ പിടികൂടുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇവരുമായി പോലീസ് കൊച്ചിയിലേക്ക് തിരിച്ചത്. അലൻ വാക്കർ യാത്ര ചെയ്ത അതേ വിമാനത്തിലെത്തിയാണ് ഇവർ മോഷണം നടത്തിയത്. അലൻ വാക്കർക്കൊപ്പം സെൽഫി എടുക്കുകയും ചെയ്തതായി ഇവർ പോലീസിനോട് പറഞ്ഞു. അതേസമയം കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും കൊച്ചിയിലെത്തിച്ച പ്രതികൾക്കായി കസ്റ്റഡി അപേക്ഷകൾ ഉടൻ നൽകും. ഇവരിൽ നിന്നും പിടിച്ചെടുത്ത ഫോണുകളിൽ 5 എണ്ണത്തിന്റെ ഉടമകളെ തിരിച്ചറിഞ്ഞു. അതിൽ പരാതി നൽകാത്ത ഉടമകളോട് പരാതി നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹിയിലെ ദരിയാഗഞ്ച് എന്ന സ്ഥലത്ത് നിന്നാണ് കേസിലെ ആദ്യ അറസ്റ്റ് നടന്നത്. പ്രതികളായ അതിഖുർ റഹ്മാൻ, വസീം അഹമ്മദ് എന്നിവരാണ് ഡൽഹിയിൽ നിന്നുള്ള മോഷണ സംഘത്തിന്റെ ഭാഗമായി അറസ്റ്റിലായത്. അതിഖുർ റഹ്മാൻ 2022-ൽ DJ പാർട്ടിക്കിടെ മൊബൈൽ മോഷണമടക്കം 8 കേസുകളിൽ പ്രതിയാണ്. വസീം അഹമ്മദിന്റെ പേരിൽ 4 കേസുകൾ ഉള്ളതായാണ് കണ്ടെത്തൽ. ന്യൂസ് 18 കൊച്ചി. ഇടുക്കിയിൽ കഞ്ചാവ് ബീഡി കത്തിക്കാൻ എക്സൈസ് ഓഫീസിൽ തീപ്പെട്ടി ചോദിച്ചെത്തിയ വിദ്യാർത്ഥികൾ പിടിയിലായി. തൃശൂരിലെ സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് വിനോദയാത്ര പോയ സംഘത്തിലെ വിദ്യാർത്ഥികളാണ് വർക്ക്ഷോപ്പാണെന്ന് കരുതി അടിമാലി എക്സൈസ് എൻഫോഴ്സ്മെന്റ് ഓഫീസിലെത്തിയത്. വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തതിനു ശേഷം മാതാപിതാക്കളെ വിളിച്ചുവരുത്തി വിട്ടയച്ചു. തൃശൂരിലെ സ്കൂളിൽ നിന്ന് മൂന്നാറിലേക്ക് വിനോദയാത്രയ്ക്ക് വന്ന വിദ്യാർത്ഥികളാണ് കഞ്ചാവ് ബീഡി കത്തിക്കാൻ തീപ്പെട്ടി ചോദിച്ച് അടിമാലി നാർക്കോട്ടിക്സ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഓഫീസിലെത്തിയത്. ഓഫീസിനകത്ത് കയറിയപ്പോൾ യൂണിഫോം ഉള്ളവരെ കണ്ട് പേടിച്ച് ഇറങ്ങി ഓടാൻ നോക്കിയ വിദ്യാർത്ഥിയെ ഉദ്യോഗസ്ഥർ തടഞ്ഞു നിർത്തി പരിശോധിച്ചു.
ഒരു കുട്ടിയുടെ പക്കലിൽ നിന്നും 5 ഗ്രാം കഞ്ചാവും മറ്റൊരു കുട്ടിയുടെ പക്കലിൽ നിന്ന് 1 ഗ്രാം ഹാഷിഷ് ഓയിലും കണ്ടെടുത്തു. കഞ്ചാവ് ഉപയോഗിക്കുന്നതിനുള്ള OCB പേപ്പർ, ബീഡി മുതലായവയും കണ്ടെത്തി. പ്രായപൂർത്തിയാവാത്ത 10-ലധികം കുട്ടികൾ ഉണ്ടായിരുന്നു. നാർക്കോട്ടിക്സ് ഓഫീസിനടുത്തുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വാഹനം നിർത്തിയപ്പോൾ കഞ്ചാവ് ഉപയോഗിക്കാൻ വന്നതാണെന്ന് ഇവർ മൊഴി നൽകി. രാവിലെ ഒരു 11 മണിയോടുകൂടി 2-3 സ്കൂൾ കുട്ടികളുടെ പോലെയുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ ഓഫീസിൻ്റെ മുന്നിൽ കൂടി കടന്നു പോവുകയും അവർ പുറകോട്ട് കടന്നുപോയി ഓഫീസിൻ്റെ പുറകിലേക്ക് കടന്നുപോയപ്പോൾ മറ്റ് സംശയകരമായ സാഹചര്യങ്ങളൊന്നും കാണപ്പെട്ടില്ല. പക്ഷേ കുട്ടികളുടെ പുറകിൽ പോയതിന് ശേഷം ഓഫീസിൻ്റെ പിൻവശത്ത് കൂടി കടന്നു വന്ന് ഇത് ഓഫീസാണെന്ന് മനസ്സിലാകാത്ത രീതിയിൽ അവർ കടന്നു വന്ന് ഓഫീസിനകത്ത് വന്നിട്ട് തീപ്പെട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്തിനാണ് തീപ്പെട്ടി എന്ന് ആവശ്യപ്പെട്ടപ്പോൾ യൂണിഫോം ഇട്ട ആളുകളെയും ഓഫീസിൽ കണ്ടപ്പോൾ 2 കുട്ടികൾ പെട്ടെന്ന് ഓടി രക്ഷപ്പെട്ട് താഴെ റോഡിലേക്ക് ടൗണിലേക്ക് ഓടിപ്പോകാൻ ശ്രമിച്ചു. ഒരാളെ തടഞ്ഞു നിർത്തി ഓഫീസിൽ CIയുടെ നേതൃത്വത്തിൽ ഇവരെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ പോക്കറ്റിൽ നിന്ന് ഒരു പൊതിയിൽ ചെറിയ അളവിൽ കഞ്ചാവ് കണ്ടെത്തി. തുടർന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് ടൂർ വന്നതാണെന്നും താഴെ ടൗണിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ അവർ വീട് വലിക്കാനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇതൊരു ഇടവഴിയാണെന്ന് കരുതി കടന്നു വന്നതാണെന്നും ഇത് ഓഫീസാണെന്ന് അറിയത്തില്ലായിരുന്നെന്നും പുറകിൽ വണ്ടി നമ്മുടെ കേസിൽ പിടികൂടിയ വണ്ടികൾ കിടക്കുന്ന കണ്ടപ്പോൾ ഇത് വർക്ക്ഷോപ്പാണെന്ന് കരുതിയാണ് തീപ്പെട്ടി ചോദിച്ചു വന്നതെന്ന് മനസ്സിലായി. നാർക്കോട്ടിക്സ് ഓഫീസിന് പുറകിൽ പഴയ വാഹനങ്ങൾ കണ്ടപ്പോൾ വർക്ക്ഷോപ്പ് ആണെന്ന് കരുതിയാണ് ഇവർ കയറിയത്. ഓഫീസ് ബോർഡ് ഇവർ കണ്ടിരുന്നില്ല. വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക കൗൺസിലിംഗ് നൽകി ലഹരി കണ്ടെത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്ത് മാതാപിതാക്കളെ വിളിച്ചുവരുത്തി വിട്ടയച്ചു. ന്യൂസ് 18 ഇടുക്കി. തിരുവനന്തപുരം വെള്ളറടയിലും പരിസരത്തും കരടിയുടെ സാന്നിധ്യം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ടാപ്പിംഗ് തൊഴിലാളി വെള്ളറട പെരിക്കോട് പ്രദേശത്ത് കരടിയെ കണ്ടത്. വനപാലകർ എത്തി സ്ഥലത്ത് പരിശോധന നടത്തിയെങ്കിലും കരടിയെ കണ്ടെത്താനായില്ല. കരടിയുടെ സാന്നിധ്യം സൂചിപ്പിച്ചുകൊണ്ട് പ്രചരിക്കുന്ന CCTV ദൃശ്യങ്ങൾ വെള്ളറടയിൽ നിന്നുള്ളതല്ല എന്ന് സ്ഥിരീകരിച്ചു. കരടിയുണ്ടെന്ന അഭ്യൂഹം പരന്നതോടെ ആശങ്കയിലാണ് ജനങ്ങൾ. ഞാൻ ഇവിടെ 5 മണിക്ക് കടയിൽ വരണതാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് 6 മണിക്കാണ് വരണത്. അത്രയ്ക്കും പേടിയാണ്. അതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കണം. നമുക്ക് റോഡിൽ ഇറങ്ങാൻ പോകില്ല. എല്ലാവരും പറഞ്ഞു ഇതാ കരടി വന്ന്, ഇതാ വന്നു, ഇതാ വന്ന്, ഇതാ പോണ് എന്നൊക്കെ പറയണം. നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ? വീട്ടിലിറങ്ങണ്ടല്ലേ? 6 മണിക്ക് പോലും വെളിയിൽ ഇറങ്ങാൻ വെക്കില്ല, പേടിച്ച്. ഇപ്പോൾ നിരന്തരമായിട്ടുള്ള ഈ കാഴ്ചകൾ ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. ആ 4ാമത് ഞാൻ ഈ കണ്ട സമയത്ത് തന്നെ അത് ഉടൻ തന്നെ ഫോറസ്റ്റ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട് അവർ വരികയും 3 മണിക്ക് വന്ന് ഏകദേശം അന്ത്യോളം 6:45-7 മണിയോളം ആ മേഖല മൊത്തം അരിച്ചു പറക്കി മറ്റുള്ള ജീവികളുടെ ഫിംഗർ പ്രിൻ്റ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. തീർച്ചയായും ജനങ്ങൾ ആശങ്കയിലാണ്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് കൂടുതലും നൈറ്റാണ് സഞ്ചരിക്കാറുള്ളത്. പകൽ വെളിച്ചത്ത് സഞ്ചാരം കുറവാണ്. പിന്നെ കരടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പെട്ടെന്നൊരു അക്രമകാരിയല്ല. അപ്പോൾ ആളെ കാണുമ്പോൾ അത് പേടിച്ചു പോകുന്ന ഒരു പ്രവണതയാണ് ഇതുവരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ വനത്തോട് അടുത്ത പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ പ്രസൻസ് കാണുക. ദൂരെ ഒക്കെ അത് എത്താൻ സാധ്യത കുറവാണ്. എന്നിരുന്നാലും ഞങ്ങൾ പരിശോധിച്ചിട്ട് വേണ്ട നടപടി സ്വീകരിക്കുന്നത്. തിരുവനന്തപുരം കല്ലാമം പാറക്കോട്ടുകുഴിയിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. 6 അടി നീളവും 20 കിലോയോളം തൂക്കവും വരുന്ന പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത്. പാമ്പ് പിടുത്തക്കാരൻ മുതിയാവിള രതീഷിന്റെ നേതൃത്വത്തിലാണ് ഇതിനെ പിടികൂടിയത്. പെരുമ്പാമ്പിനെ വനം വകുപ്പിന് കൈമാറി. ഇടുക്കി അടിമാലി ടൗണിൽ ബഹുനില കെട്ടിടത്തിൽ 3ാം നിലയിൽ കയറിക്കൂടിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. 6 അടിയോളം നീളം വരുന്നതായിരുന്നു മൂർഖൻ. പാമ്പിനെ പാംബ്ല വനത്തിലെ ഓഡിറ്റ് 1 മേഖലയിൽ തുറന്നുവിട്ടു. സ്നേക്ക് റെസ്ക്യൂ ടീം അംഗം K. ബുൾവേന്ദ്രനും മച്ചുപ്ലാവ് ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഗാർഡുമാരും ചേർന്നാണ് പാമ്പിനെ പിടികൂടിയത്. 6 വയസ്സോളം പ്രായം വരുന്ന 6 അടിയോളം നീളമുള്ള മൂർഖനായിരുന്നു അത്. തിരുവനന്തപുരം കാട്ടാക്കട തൂങ്ങാംപാറ വാർഡിലെ പൊറ്റവിളയിൽ കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പ്രതിഷേധിച്ചു. കഴിഞ്ഞ 3 വർഷത്തോളം കുടിവെള്ള പ്രശ്നം നേരിടുകയാണ് നാട്ടുകാർ. 25,000 രൂപ നൽകി കുടിവെള്ള കണക്ഷൻ എടുത്തെങ്കിലും വെള്ളം ടാങ്കറിലെത്തിക്കേണ്ട അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. 2 ദിവസത്തിനുള്ളിൽ കുടിവെള്ളം ലഭ്യമാകുമെന്ന ഓവർസിയറുടെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം താൽക്കാലികമായി നിർത്തി. വാർഡില് ഒറ്റവിള എന്ന സ്ഥലത്തിലാണ്. അപ്പോൾ ഈ ഇത്രയും വെള്ളത്തിന് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ.
ഞങ്ങൾ 26,000 രൂപ ചോദിച്ച പൈസ കൊടുത്തിട്ടാണ് ഞങ്ങൾ കമ്മീഷൻ എടുത്തത്. ആ കമ്മീഷൻ എടുത്ത സമയത്തും ഞങ്ങൾക്ക് വീട് വെക്കാൻ സമയത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഞങ്ങൾ ടാങ്കറിൽ അടിച്ച സമയം ഉണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ആർക്കും പരാതിയൊന്നും പറയാൻ പോയിട്ടില്ല ആ സമയത്തൊന്നും. പക്ഷേ വീട് വച്ചതിന് ശേഷവും ഞങ്ങൾക്ക് ഇതാണ് അവസ്ഥ. വീട് പല സമയത്തും ഞങ്ങൾ ടാങ്കറിൽ വെള്ളം അടിച്ചിട്ടുണ്ട്. വീട്ടാവശ്യത്തിന് ഞങ്ങൾ ടാങ്കറിൽ വെള്ളം അടിച്ചിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ വിളിക്കും, മുമ്പ് വിളിക്കുമ്പോൾ പറയും ഇപ്പൊ ശരിയാക്കാന്ന് പറയും. ഞങ്ങൾ പഞ്ചായത്തിൽ വിളിക്കും, അപ്പോഴും പറയും ഇപ്പൊ ശരിയാക്കാന്ന് പറയും. ഇവിടെ വിളിക്കുമ്പോഴത്തേക്ക് ഒരു അമ്മച്ചിയാണ് ഫോൺ എടുത്തിട്ട് പറയും അയ്യോ ഇവിടെ ആരും ഇല്ല, ഞങ്ങൾ വന്നിട്ട് പറയാം എന്നാണ് അപ്പോഴവർ പറയണത്. ഞങ്ങൾ വിളിക്കാൻ തയ്യാ. അപ്പൊ ഈ 3 വർഷം കൊണ്ട് ഞങ്ങൾ ഒരു മാസത്തിൽ 3 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ വിളിക്കും. പഞ്ചായത്തില് മുമ്പായ അവരുടെ ഇവിടെയൊക്കെ ഞങ്ങൾ ഒരു മാസത്തിൽ 3 പ്രാവശ്യങ്ങൾ ഞങ്ങൾ വിളിക്കും. ഇവിടെ വിളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങൾ വന്ന് നോക്കാം വരാ എന്ന് പറയും. തിരുവനന്തപുരം ശ്രീകാര്യം CET എഞ്ചിനീയറിംഗ് കോളേജിലെ ക്യാന്റീനിൽ സാമ്പാറിൽ ചത്ത പല്ലിയെ കണ്ടെത്തിയതായി പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് SFI പ്രവർത്തകർ ക്യാന്റീൻ പൂട്ടിയിട്ടു. ഭക്ഷ്യസുരക്ഷാ വിഭാഗം സ്ഥലത്തെത്തി പരിശോധന നടത്തി ഭക്ഷണത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. സാഹചര്യം മെച്ചപ്പെടുത്തിയതിനു ശേഷം മാത്രമേ ക്യാന്റീൻ തുറക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു. തിരുവനന്തപുരം കല്ലമ്പലത്ത് മാലിന്യം ചാക്കിൽ കെട്ടി വലിച്ചെറിഞ്ഞ നിലയിൽ മണമ്പൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനടുത്താണ് മാലിന്യ നിക്ഷേപം. രാത്രിയുടെ മറവിലാണ് മാലിന്യം വലിച്ചെറിയുന്നത്. പേപ്പർ, പ്ലാസ്റ്റിക്, നാപ്കിനുകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, ഹോട്ടൽ മാലിന്യങ്ങൾ തുടങ്ങിയവയാണ് ചാക്കിലുണ്ടായിരുന്നത്. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. CCTV കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ക്ഷേത്ര പരിസരത്ത് ഇത് ആദ്യമായിട്ടല്ല, മുമ്പും ചെറിയ ചെറിയ സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് ഇത്രയും നീചമായ ഒരു പ്രവൃത്തി ചെയ്ത ആരായാലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ വേസ്റ്റിൻ്റെ ഉറവിടം തേടി ഞങ്ങൾ ഈ വേസ്റ്റ് ഓരോന്നും അഴിച്ചെടുത്ത് പരിശോധിച്ചതിൻ്റെ ഫലമായി ഇതിൽ നിന്ന് ചില അഡ്രസ്സുകൾ കിട്ടുകയും ഈ അഡ്രസ്സ് പ്രകാരം ഞങ്ങൾ പലരെയും കോൺടാക്ട് ചെയ്തതിൻ്റെ ഫലമായിട്ട് കഴക്കൂട്ടത്തുള്ളൊരു ഏജൻസിയാണ് ഈ വേസ്റ്റ് ടെക്നോ പാർക്കിലെ കിവി എന്നോ അങ്ങനെ ഒരു ബിൽഡിങ്ങിൽ നിന്നുള്ള വേസ്റ്റാണ് ഇങ്ങനെ ഇവിടെ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിടുന്നത്. അവരെ ഡിസ്പോസ് ചെയ്യാമെന്നുള്ള വ്യാജേനയാണ് ഈ പറയുന്ന ഏജൻസി ടെക്നോ പാർക്കിൽ നിന്നും ഈ വേസ്റ്റ് എടുക്കുന്നത്. എന്നിട്ട് കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ജനവാസ മേഖലകളിൽ കൊണ്ടുവന്ന് കളയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആദിയൂർ ശിവക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട്. ഇവിടെ ഏകദേശം 50 ചാക്കോളം മാലിന്യം കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപവും ഇതേപോലെ വേസ്റ്റ് കൊണ്ടിട്ടിട്ടുണ്ട്. കൂടാതെ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലാണ് സ്ത്രീകളുടെ നാപ്കിൻ ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ കുട്ടികളുടെ സ്നാഗി, മറ്റ് ഫുഡ് വേസ്റ്റും എല്ലാം തന്നെ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇടുക്കിയിൽ സ്വകാര്യ ബസ് സർവീസ് മേഖല കടുത്ത പ്രതിസന്ധിയിൽ. യാത്രക്കാർ കുറഞ്ഞതും പ്രവർത്തന ചെലവ് കൂടിയതുമാണ് ദുരിതത്തിന് കാരണം. 50-ലധികം സ്വകാര്യ ബസ്സുകളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഹൈറേഞ്ചിൽ സർവീസ് നിർത്തിയത്. യാത്രക്കാരുടെ കുറവും ഇന്ധനവില വർധനവും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ളവയുടെ ചെലവ് കൂടിയതുമാണ് പ്രതിസന്ധിക്ക് കാരണം. സമയക്രമം പാലിക്കാതെ KSRTC നടത്തുന്ന സർവീസുകളും തിരിച്ചടിയായി. എയർപാർട്സിന്റെ വില, ടയർ ഉൾപ്പെടെ എയർപാർട്സിന്റെ വില ദൈനംദിനം അതിഭയങ്കരമായിട്ട് വില കൂടുകയും അതിനൊരു നിയന്ത്രണമില്ലാതെ പോവുകയും ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ KSRTCയുടെ കടന്നുകയറ്റു, അത് ഒരു സമയകൃത്യമില്ലാതെ വണ്ടികൾ ഓടുകയും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി പറയുകയുണ്ടായി. കൂടെ പുള്ളി പറയുന്നുണ്ട്, അദ്ദേഹം പറയുന്നത് ഒരു സ്വകാര്യ ബസ്സും KSRTCയും തമ്മിൽ ഒരു 15 മിനിറ്റ് ഗ്യാപ്പിലെങ്കിലും വണ്ടി ഓടിയെങ്കിലാണ് ഈ പ്രസ്ഥാനവും നിലനിൽക്കുള്ളൂ, യാത്രക്കാർക്കും ഗുണമുള്ളൂ. സ്വകാര്യ ബസ്സുകളുടെ ദൂരദൈർഘ്യത്തിൽ സർക്കാർ കൊണ്ടുവന്ന നിബന്ധനകളും മേഖലയെ പ്രതിസന്ധിയിലാക്കി. വരുമാനം കുറയുകയും പ്രവർത്തന ചെലവ് വർദ്ധിക്കുകയും ചെയ്തതോടെ വായ്പയെടുത്ത് വാഹനം പുറത്തിറക്കിയ പല ബസ്സുടമകളും ജപ്തി ഭീഷണി നേരിടുകയാണ്. സർക്കാരിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് ജില്ലയിലെ ബസ് ഉടമകളുടെയും ജീവനക്കാരുടെയും ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടവിനോദമാണ് അണക്കെട്ടുകളിലെ ബോട്ടിംഗ്. ഇത്തരത്തിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ബോട്ടിംഗ് സെന്ററാണ് കുണ്ടളയിലേത്. കുണ്ടള അണക്കെട്ടിലെ ജലാശയത്തിലൂടെ ബോട്ടിംഗ് മാത്രമല്ല, കയാക്കിങ്ങും സഞ്ചാരികളുടെ ഇഷ്ടവിനോദമാണ്. മഴ മാറിയതോടെ മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനായി ധാരാളം പേരാണ് എത്തുന്നത്. മൂന്നാറിന്റെ കുളിരും പ്രകൃതി മനോഹാരിതയും ആസ്വദിക്കുന്നതിനോടൊപ്പം ബോട്ടിംഗ് സെന്ററുകളിലെ ബോട്ട് സവാരിയും സഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടമാണ്. ഇത്തരത്തിൽ സഞ്ചാരികളുടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ബോട്ടിംഗ് സെന്ററാണ് കുണ്ടളയിലുള്ളത്. പരന്നു കിടക്കുന്ന അണക്കെട്ടിലെ ജലനിരപ്പിലൂടെ യൂക്കാലിപ്സ് മരങ്ങളുടെ തണൽ പറ്റി പ്രകൃതി മനോഹാരിതയ്ക്ക് നടുവിലൂടെയുള്ള കുണ്ടള അണക്കെട്ടിലെ ബോട്ടിംഗ് സഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടമാണ്. எல்லா ஸ்பாட்டுமே நல்லா சூப்பராக இருந்தது. மழையில் போட்டிங் பொறுத்த ஒரு நல்ல எக்ஸ்பீரியன்ஸாக இருந்தது.
மழை இல்லைனா கூட ஓரளவுக்கு இதுவாக தான் இருக்கும். மழையில் போனது கொஞ்சம் நல்லா பெட்டராக இருக்குது. எல்லோரும் வாங்க, நல்லா சூப்பராக இருக்குது இந்த கிளைமேட்டுக்கு முன்னாடி. இந்த கிளைமேட்டில் டீ ரெசார்ட்டு சுற்றி பார்க்கறதுக்கு சந்தோஷமாக இருக்குது. க்ரௌடும் அந்த அளவுக்கு இல்லை, ரொம்ப ஃப்ரீயாக தான் இருக்குது. எல்லாருமே வரலாம் குழந்தைங்களோட. നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കും. പെഡൽ ബോട്ട്, കാശ്മീരി ഷിക്കാര എന്നിവയ്ക്ക് പുറമെ കയാക്കിങ്ങിനും കുണ്ടള അണക്കെട്ടിൽ സൗകര്യമുണ്ട്. ദിവസവും നിരവധി സഞ്ചാരികളാണ് കുണ്ടള അണക്കെട്ടിലെത്തുന്നത്. കുണ്ടളയ്ക്ക് പുറമെ മാട്ടുപ്പെട്ടി, ചെങ്കുളം തുടങ്ങിയ അണക്കെട്ടുകളിലും ബോട്ടിംഗ് ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് സൗകര്യമുണ്ട്. ക്രിസ്തുമസ് പുതുവത്സരാഘോഷം എത്തുന്നതോടെ ബോട്ടിംഗ് സെന്ററുകളിൽ സഞ്ചാരികളുടെ തിരക്ക് കൂടും. ന്യൂസ് 18 മൂന്നാർ. മകളുടെ വിവാഹ ദിനത്തിൽ യുവതീ യുവാക്കളുടെ വിവാഹ സ്വപ്നം യാഥാർത്ഥ്യമാക്കി പ്രവാസി വ്യവസായി. മലപ്പുറം തിരൂർ ഇരിങ്ങാവൂർ സ്വദേശി സുകുമാരനാണ് 5 യുവതികളുടെ വിവാഹം നടത്തിയത്. മകൾ ഡോക്ടർ സുപ്രിയയുടെയും വരൻ അരീക്കോട് കുനിയിൽ സ്വദേശി ശ്രീരാഗും തമ്മിലുള്ള വിവാഹവേദിയിലാണ് പ്രവാസി വ്യവസായിയായ ഇരിങ്ങാവൂർ സ്വദേശി നെല്ലിക്കാട്ട് സുകുമാരൻ 5 യുവതികൾക്ക് മംഗല്യഭാഗ്യമൊരുക്കിയത്. ജാതിമത ഭേദങ്ങൾക്കപ്പുറം നാടിന്റെ സ്നേഹവും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്ന വേദിയായി സമൂഹ വിവാഹം മാറി. അങ്ങനെ ഒരു ആഗ്രഹം വന്നത് പിന്നെ മകളുടെ ആവശ്യം തന്നെയാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡോക്ടറായില്ല, അപ്പോൾ ഇനി എനിക്കൊന്നും കൂടുതലൊന്നും വേണ്ട. അപ്പോൾ അത് ഇതുപോലെയുള്ള കുറച്ച് കുട്ടികൾക്ക് അവരുടെ സഹോദരിമാരെല്ലാവരും, അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തിട്ടുള്ളത്. എല്ലാം ദൈവനിശ്ചയം പോലെ വന്നതാണ്. 6 പവൻ സ്വർണ്ണാഭരണവും 10,000 രൂപയും നവവധുവിന് സമ്മാനമായി നൽകി. പെരിന്തൽമണ്ണ, പട്ടിക്കാട്, വെട്ടംചീർപ്പ്, പെരിന്തല്ലൂർ, തൂവക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഹിന്ദു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വധൂവരന്മാരാണ് അവരവരുടെ മതാചാര പ്രകാരം വിവാഹിതരായത്. മാതൃകാ സമൂഹ വിവാഹമാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട 2 ആളുകളുടെയും ഹിന്ദു സമുദായത്തിൽപ്പെട്ട 3 ആളുകളുടെയും സമൂഹ വിവാഹമാണ് ഈ വേദിയിൽ അനുഗ്രഹീത വേളയിൽ നടക്കുന്നത്. വളരെ അഭിനന്ദനം അറിയിക്കുന്ന പ്രവർത്തനമാണ് നടക്കുന്നത്. ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടത് അനിവാര്യമാണ്. എല്ലാ ആളുകളെയും പരിഗണിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിക്കാഹിന് നേതൃത്വം നൽകി. പെരുകമന ശംഭു നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലായിരുന്നു ഹൈന്ദവ രീതിയിലുള്ള വിവാഹ ചടങ്ങുകൾ. മന്ത്രി വി അബ്ദുറഹ്മാൻ, കുറുക്കോളി മൊയ്തീൻ MLA തുടങ്ങി സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ വിവാഹത്തിൽ പങ്കെടുത്ത് വധൂവരന്മാർക്ക് ആശംസകൾ നേർന്നു. ന്യൂസ് 18 തിരൂർ. മാനേജ്മെന്റ് പ്രൊഫഷണലുകളുടെ കൂട്ടായ്മയായ ട്രിവാൻഡ്രം മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ രത്തൻ ടാറ്റ അനുസ്മരണം നടന്നു. ടാറ്റയ്ക്കൊപ്പം പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചവരെ പങ്കെടുപ്പിച്ചാണ് സല്യൂട്ടിംഗ് എ ജെം എന്ന അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. മുൻ ക്യാബിനറ്റ് സെക്രട്ടറിയും ടാറ്റ കമ്പനീസ് മുൻ ബോർഡ് അംഗവുമായ KM ചന്ദ്രശേഖർ രത്തൻ ടാറ്റയെ അനുസ്മരിച്ചു. മുൻ MLA KS ശബരിനാഥ്, മുൻ ഏവിയേഷൻ സെക്രട്ടറി മാധവ് നമ്പ്യാർ, TCS വൈസ് പ്രസിഡന്റ് ദിനേശ് P. തമ്പി തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹോപ്പ് അഗ്രികൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കർഷക കൂട്ടായ്മ ഹോപ്പ് ഹരിതം ജീവനം മേഖലാ സമ്മേളനം നടന്നു. പത്തനാപുരം ഗാന്ധി ഭവനിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ചടങ്ങിൽ പങ്കെടുത്തു. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് തുറന്നു. PS സുബാൽ MLA ഉദ്ഘാടനം ചെയ്തു. വയർലെസ് സംവിധാനവും ടെലിഫോൺ സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിങ്ക് പോലീസും സജ്ജമാണ്. ജില്ലയിലെ ഏറ്റവും തിരക്കേറിയ ആശുപത്രികളിൽ ഒന്നാണ് പുനലൂർ താലൂക്ക് ആശുപത്രി. ദിവസവും ആയിരങ്ങളാണ് ഇവിടെ ചികിത്സ തേടി എത്തുന്നത്. കായംകുളത്ത് മൾട്ടിപ്ലെക്സ് തിയേറ്ററിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന് U. പ്രതിഭ MLA. 3 തിയേറ്ററുകളും വ്യാപാര സമുച്ചയവും അടങ്ങുന്ന തിയേറ്റർ കെട്ടിടത്തിന്റെ പണി ഏറെക്കുറെ പൂർത്തിയായി. പ്ലാസ്റ്ററിംഗ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. 77 സെന്റ് സ്ഥലത്താണ് 15.3 കോടി രൂപ ചെലവിൽ മൾട്ടിപ്ലെക്സ് തിയേറ്റർ നിർമ്മിക്കുന്നത്. കാലങ്ങളായി ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് തിയേറ്റർ എന്ന് തീരും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം, ഒരു 60% തീർന്ന തിയേറ്ററിന് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്.
ഇനി 40% വർക്കുകൾ കിടക്കുകയാണ്. തിയേറ്ററിൻ്റെ സ്ക്രീൻ അടക്കം 3 സ്ക്രീനാണ്, ഇതെല്ലാം അടക്കം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് ആദ്യകാലത്ത് ഈ പ്രോജക്റ്റ് വിഭാവനം ചെയ്തത് 2016 പ്രോജക്റ്റ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് 2019 2020 ആദ്യകാലത്ത് 2019 ലാസ്റ്റാണ് പ്രോജക്റ്റ് എഗ്രിമെൻറ്റ് വെക്കുന്നത്. 2020 വർഷം കോവിഡ്, 21-22 വർഷക്കാലം ഇതിൻ്റെ നിർമ്മാണം കുറച്ച് നടന്നെങ്കിൽ പോലും ഞാൻ പൂർണ്ണമായിട്ട് സംതൃപ്തി ആയിരുന്നില്ല. പല കാരണങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഫൈനൽ പരിശോധിച്ചപ്പോഴാണ് എസ്റ്റിമേറ്റിലുണ്ടായിട്ടുള്ള ആ കാലം തൊട്ടുണ്ടായിട്ടുള്ള വലിയ വേരിയേഷൻ. കാരണം ഇന്ന് ഞാൻ വിശദമായി പരിശോധിച്ചപ്പം ഇപ്പോൾ 140 ടൺ കമ്പി വേണ്ടെടുത്ത് 50 ടൺ കമ്പി എന്ന് ആണ് ആ കാലത്ത് ഒരു വിഭാവനം ചെയ്തത്. പക്ഷേ ഒരു വർക്ക് തുടങ്ങുമ്പോഴാണ്, വലിയ മേജർ വർക്കൊക്കെ തുടങ്ങിക്കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള ചില അനോമലീസ് വരും. അപ്പോൾ അതൊക്കെ പരിഹരിക്കേണ്ടതാണ്. എന്നാൽ അത് പരിഹരിക്കണമെങ്കിൽ ചുമ്മാതെ നമുക്ക് കൊടുക്കാൻ കഴിയത്തില്ല. അതിൻ്റെ പല ടയർ, അതായത് ഫസ്റ്റ് ടയർ, സെക്കൻഡ് ടയർ, 3 ടയർ, അങ്ങനെ പല ടയർ പരിശോധനയൊക്കെ ആവശ്യമാണ്. നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമോ ഇതിപ്പോൾ തന്നെ ചെയ്ത് എന്താ പറയേണ്ടത്, ഒന്നും നോക്കാതെ ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. പാലക്കാട് ശോചനീയാവസ്ഥയിലെ കുളം ശുചീകരിച്ച് UDF പ്രവർത്തകർ. കൊപ്പം മണങ്ങോടുള്ള എരിങ്ങോട് കുളത്തിലാണ് ശുചീകരണം നടന്നത്. 1.5 ഏക്കർ വിസ്തൃതിയിലുള്ള കുളം ഈ പ്രദേശത്തെ പ്രധാന ജലസ്രോതസ് കൂടിയാണ്. നാട്ടുകാരുടെ സഹകരണത്തോടെ കുളം പൂർണ്ണമായും ശുചീകരിച്ച് ജനങ്ങൾക്ക് ഉപയോഗയോഗ്യമാക്കി മാറ്റാനാണ് ശ്രമം. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7280 രൂപ, പവന് 58,240 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6025 രൂപ, പവന് 48,200 രൂപ. വെള്ളി ഗ്രാമിന് 105 രൂപ, കിലോയ്ക്ക് 1,05,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ഫാസ്റ്റ് ന്യൂസ് കാണാം. നമസ്കാരം.